ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് പെങ്ങളൂട്ടിക്ക് ഒരു വീട് പദ്ധതി, അല്ലെങ്കിൽ പെങ്ങളൂട്ടിക്ക് ഒരു വീട് പദ്ധതി ഇല്ലെങ്കിൽ പെങ്ങളൂട്ടിക്ക് ഒരു പോയിന്റ്. അപ്പോൾ ഇത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പെങ്ങളൂട്ടിക്ക് ഒരു വീട് പദ്ധതി അല്ലെങ്കിൽ പോയിന്റ് പദ്ധതി ഏതാണ് നടപ്പിലാക്കുന്നതെന്ന് സായിയുടെ സ്വന്തം ഭാര്യയ്ക്ക് പോലും തിട്ടമില്ലാതിരിക്കുകയാണ്. സോറി, പാട്ട് മാറിപ്പോയി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിഗ് ബോസ് സീസൺ 6 ഈ പെങ്ങളൂട്ടിയും ആങ്ങളമാരും ചേർന്ന് തെങ്കാശിപ്പട്ടണം മോഡലിൽ നടക്കുന്ന ഈ സീൻ വെണ്ണീല കൊമ്പിലെ അതും മാറിപ്പോയി, സോറി. അവരകത്ത് സൂപ്പർ ഹിറ്റാണെന്ന് വിചാരിക്കുമ്പോൾ സായിയുടെ ഭാര്യ ഉൾപ്പെടെ ജനങ്ങൾ ഇതിനെ ട്രോളുകയും എടുത്തലക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ 3 പേരും അറിയുന്നില്ല. ഇപ്പോൾ ഈ പാട്ട് പാടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞിരിക്കണമല്ലോ. നമ്മുടെ പെങ്ങളൂട്ടി പാസം പെങ്ങളൂട്ടിക്ക് കപ്പല്ല. അപ്പോൾ സായിയുടെ ഭാര്യ ഇതിൽ പറയുന്നത് പോലെ തന്നെ പെങ്ങളൂട്ടി വഴക്കുണ്ടാക്കുന്നു, ആങ്ങളമാര് തണുപ്പിക്കുന്നു. അങ്ങനെ കോമഡി സീനുകൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ദിവസവും വൈകുന്നേരം അരങ്ങേറുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഇത് കണ്ട് സായിയുടെ ഭാര്യ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നത്തെ ലൈവിന്റെ അല്ല, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഈ ആഴ്ചയായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. എന്താ ചെയ്യാനാണ്, പെങ്ങളൂട്ടി പാസം ഇങ്ങനെ തുളുമ്പി നടക്കുകയാണ്. ഇന്നലെയും മിന്നാന്നൊക്കെ എന്തൊക്കെയാണ് രാത്രി അവർ രണ്ടുപേരും പറഞ്ഞത്. എന്നെ നിങ്ങൾ ജയിപ്പിച്ചില്ല, എന്നെ നിങ്ങൾ തോൽപ്പിച്ചു, നിങ്ങൾ എന്റെ സൈഡിൽ നിന്നില്ല, എന്നിട്ട് അവിടെ നിന്ന് ആട്ടി വിടണ്ടായിരുന്നല്ലോ ആങ്ങളമാരെ. അപ്പോൾ ഒന്നും ഈ ആങ്ങളമാരെ പിന്നാലെ നടക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? എനിക്കത് ഒരിക്കലും മനസ്സിലാവാത്ത കാര്യം, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങളൂട്ടിയാണോ ഈ ആങ്ങളമാരെ കളിപ്പിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നത് എന്നും, അതോ ആങ്ങളമാർ രണ്ടുപേരും പെങ്ങളൂട്ടിയെ നിർത്തി ഗെയിം കളിക്കുകയാണോ എന്നും ഇപ്പോഴും സംശയമാണ്. കാരണം പെങ്ങളൂട്ടി എന്തായാലും മുതലാക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. വൈകുന്നേരം ആകുമ്പോൾ അവരോട് അടിയിടുന്നു, ഇവർ കാലെ പിടിക്കുന്നു. അത് കഴിഞ്ഞ് ആങ്ങളമാർ എന്തിനും തയ്യാറായി തിരിച്ചു ചെന്ന് മാപ്പ് പറഞ്ഞ് വീണ്ടും സറണ്ടർ ആകുന്നു. ഇവരെ വെച്ച് നന്ദന ഗെയിം കളിക്കുകയാണോ എന്നും, അല്ല നന്ദനെ മുന്നിൽ നിർത്തി ഇവർ ഗെയിം കളിക്കുകയാണോ എന്നും ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏതായാലും കഴിഞ്ഞ ദിവസം സീലടിക്കുന്ന ടാസ്കിൽ ആങ്ങളമാർ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുന്ന പെങ്ങളൂട്ടിയുടെ 1-2 സീനാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഇവർ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ആവശ്യമില്ലാതെ തന്നെ ഇവരെ ചുമ്മാതെ ചീത്ത വിളിച്ചുകൊണ്ട് നാടകം കാണിക്കുകയാണോ നന്ദന, അതോ ഓവർ ആക്ട് കാണിക്കുകയാണോ എന്ന് ഇപ്പോഴും അറിയില്ല. അതിലെ ഒരു സീനാണ് ഇനി ഈ കാണിക്കുന്നത്. കൊച്ചോരോ ദിവസം ഓരോ കാര്യങ്ങളെന്ന് പറയുമ്പോഴേക്കും മിണ്ടാതിരുന്ന് കേട്ടിട്ട് ലാസ്റ്റ് പിന്നീട് ഇങ്ങോട്ട് കൈ പിടിക്കുമ്പോഴും ഞാൻ പിടിക്കില്ല, ഇനി കയ്യും കാലൊന്നും പിടിക്കില്ല. സീരിയസ്ലി പറഞ്ഞു ചേട്ടന്മാരെന്ന് പറഞ്ഞു അപ്പോൾ ഈ സീനിന് ശേഷം പിന്നെ പിണങ്ങിപ്പോയി റൂമിൽ കിടക്കുന്ന നന്ദന ലാലേട്ടൻ വിഷുവിന് സായിക്ക് കൊടുത്ത ഗോൾഡ് കോയിൻ വരെ നന്ദനയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതാണ് നന്ദന ഈ തിരിച്ചു കൊടുക്കുന്ന സീനിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഇഷ്ടപ്പെട്ട് കൊടുത്ത സാധനം തിരിച്ചു തരാൻ പാടില്ല. ഏതായാലും ഗോൾഡ് കോയിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്നേഹമില്ലാതെ നാടകമാണെങ്കിൽ സ്വന്തമായിട്ട്, അതും പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ കൊടുത്ത ഗോൾഡ് കോയിൻ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ വിലയല്ല, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണെന്നതിൽ നമുക്ക് ചിന്തയുണ്ട്. അതുവരെ എടുത്ത് നന്ദനയ്ക്ക് കൊടുത്ത് കയ്യും കെട്ടിയിരിക്കുന്ന സായിയാണ് നമ്മളിതിൽ കാണുന്നത്. എന്നാൽ പുല്ലുമാതിരി അത് തിരിച്ചു കൊടുത്ത് തൻ്റെ ഒന്നും ഗോള് വേണ്ട എന്ന് പറഞ്ഞ് ചുമ്മാ ഉടക്കുണ്ടാക്കുന്ന നന്ദനയെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നത്. സായിയോ സിജോയോ ഒന്നും ഏത് കാരണത്തിലാണ് ഈ നന്ദനെ കൂട്ടുപിടിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സായിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരിയും ആൾക്കാരുണ്ടായിരുന്ന സമയത്താണ് സായി തൻ്റെ ഗെയിമൊക്കെ മാറ്റി ശ്രീകൃഷ്ണ ഭഗവാനായിട്ടിരിക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന മാതിരി തൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റി എന്ന് പറഞ്ഞ് പെങ്ങളുകൂട്ടി സ്നേഹം നടിച്ച് ഇങ്ങനെ കളിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം പോലും സായി നേരെ ചൊവ്വേ കളിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. കാട്ടുതീയായി അകത്ത് കയറിയ സിജോയാണേലും മൂത്ത ആങ്ങളയായിട്ട് നടക്കുകയാണ്. അപ്പം പെങ്ങളുകൂട്ടി പ്രേമം ഇന്നത്തേതോടുകൂടി പര്യവസാനിച്ചിരിക്കുകയാണ്. 2 ആങ്ങളമാരെ ഒറ്റയ്ക്കാക്കി ഇന്ന് ബിഗ് ബോസും ലാലേട്ടനും ചേർന്ന് പെങ്ങളുകൂട്ടിയെ പുറത്താക്കിയിരിക്കുന്നു. ആങ്ങളമാർ പൊട്ടിക്കരയുന്ന ഈ രംഗത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.